റമദാൻ മാസം പറഞ്ഞാൽ ഉപകരിക്കുന്ന കരുതിയിട്ട് ഒറ്റ വാക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാൻ മാസത്തിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അധികരിപ്പിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ. 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. 4 കാര്യങ്ങൾ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, സമയം കിട്ടുമെന്ന് പേടിക്കുന്നു. പക്ഷേ ഇത് ഉപകാരപ്പെടും. ഒരു 4 ആള് ദിക്റിലേക്ക് കിട്ടിയാലും എനിക്ക് അതിന്റെ നേട്ടം കിട്ടുമല്ലോ, നിങ്ങൾക്കും കിട്ടും. നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നബിതങ്ങൾ പറഞ്ഞു, റമദാൻ മാസത്തില് നിങ്ങൾ 4 കാര്യങ്ങൾ ഫസ്തഗ്ഫിറൂ ഫീ, റമദാൻ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം. ഫസ്തഗ്ഫിറൂ ഫീഹി, നിങ്ങൾ റമദാൻ മാസത്തിൽ അധികരിപ്പിക്കണം കേട്ടോ. റമദാന്റെ മഹത്വം പറഞ്ഞിട്ട് നബിതങ്ങള് റമദാൻ വരുന്നതിന്റെ തൊട്ടു തലേന്ന് ശഅബാന്റെ അവസാന ദിവസം ജനങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് നബിതങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായത്. ബാക്കി കാര്യങ്ങളൊക്കെ ആ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഹൈറാത്തുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഫഅമ്മാമൻ തഖലതു മവാസിനുഹു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റമദാനിൽ എന്തൊക്കെ ഹൈറായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അത് നമുക്ക് അവിടെ കേൾക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചർച്ചയുടെ അവസാനം അള്ളാഹുവിന്റെ ഹബീബ് കുറിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ ഖസ്ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും വഖസ്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ. 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം. അതിൽ 2 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വല്ലാതെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ഖസ്ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും, 2 കാര്യം കൊണ്ട് നിങ്ങളെ റബ്ബിന്റെ തൃപ്തി നിങ്ങൾ നേടും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും. വഖസ്ലതാനി, മറ്റേ 2 കാര്യം ലാ ഗിനാ ലക്കും അൻഹുമാ, അത് അധികരിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. ലാ ഗിനാ ലക്കും അൻഹുമാ, അത് വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾ ആരുമല്ല, അത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനത്തെ 2 കാര്യമാണ്. വഖസ്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ, നിങ്ങൾക്ക് കിട്ടാതെ പറ്റാത്ത, നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള 2 കാര്യങ്ങളാണ് പിറകിൽ പറയുന്നത്. ഏതാണ് ആ 2 കാര്യം? പടച്ച റബ്ബ് നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തനാകുന്ന 2 കാര്യം. അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന 2 ദിക്റുകളാണ്. ഇത് നിങ്ങൾ എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കണം. ഇനിയോ നിങ്ങൾക്ക് കൂടാതെ കഴിയൂല, കിട്ടിയേ പറ്റൂ, കിട്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഏതാ? തസ്അലൂനല്ലാഹൽ ജന്ന വതഊദൂന ബിഹി മിനന്നാർ, അല്ലാഹുവോട് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് അഭയം തേടലും. അതാണ് സുഹൃത്തുക്കളെ ഈ 4 കാര്യവും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ നമ്മുടെ മുൻഗാമികള് നമ്മളെ പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്. റമദാനിന്റെ പൊന്നമ്പിളി മാനത്ത് വെളിപ്പെട്ടു എന്ന് കേട്ടാൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് പൊങ്ങി റമദാൻ കഴിയോളം ഒഴിവുവേളയിലൊക്കെ നമ്മൾ ചൊല്ലുന്നു. ഒന്ന് ചൊല്ല്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ. എന്താണ് ഈ 4 കാര്യം? ഇത് നിങ്ങൾ റമദാൻ മാസത്തിൽ അധികരിപ്പിക്കണമെന്നാണ് മുത്തുനബി പറഞ്ഞത്. എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ എത്ര പേര് അധികരിപ്പിക്കുന്നുണ്ട്? അധികരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അധികരിപ്പിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറയുന്നു, വളരെ ചുരുക്കമാണ്. അധികരിപ്പിക്കാന്നൊക്കെ പറയുമ്പോ 1000കണക്കിന് തവണ ഇത് ചെല്ലണ്ടേ? നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഈ ദിക്ർ എത്ര വട്ടം ചെല്ലുന്നുണ്ടാവും? ഒരു 10,000 വട്ടമൊക്കെ ചെല്ലുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഒരാളുടെ മനസ്സിലേക്ക് കയറിയാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും?
ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ്, ശരിയായി ഇത് കണക്ക് കൂട്ടുന്നതിന്റെ മുമ്പ് ഞാൻ ആലോചിച്ചത് 10,000 എന്തായാലും ആവുന്നുണ്ടാവും. കാരണം എന്താ, ദുഹർക്കും ചെല്ലണ്, അസർക്കും ചെല്ലണ്, മഗ്രിബിനും ചെല്ലണ്, ഇശാഇനും ചെല്ലണ്, സുബഹിക്കും ചെല്ലണ്. തറാവീഹില് ഓരോ തർവീഹത്തുകളിലും 4 റക്അത്തുകളിൽ വിശ്രമിച്ചുകൊണ്ടാ തറാവീഹ് നിസ്കരിക്കുക. ആ വിശ്രമത്തിൽ ചൊല്ലേണ്ടത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വലാത്ത് അല്ലൽ സുന്നത്താണ്. ഇപ്പൊ പറഞ്ഞ സ്വലാത്ത് സ്വല്ലു അലൻ നബി അല്ലേ നമ്മൾ കേൾക്കും. അപ്പൊ സ്വലാത്ത് ചെല്ലും. എന്നിട്ട് നമ്മൾ ദിക്ർ ചെല്ലും. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം അവിടെയും ചൊല്ലും. അങ്ങനെ തറാവീഹിലും ഇടക്കിടക്ക് ഈ ദിക്ർ തന്നെ. അപ്പൊ എന്തായാലും 30 ദിവസമല്ലേ, നീണ്ട ഒരു മാസക്കാലം ചൊല്ലുമ്പോ 10,000 എന്തായാലും ആകുന്നുണ്ടാവും. സത്യത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ ഞെട്ടിപ്പോകും. 1000 പോലും തികയുന്നില്ല, 1000 പോലും തികയുന്നില്ല. സത്യമല്ലേ അത്? കാരണം എന്താ, ഒരു ദിവസം ഫർള് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ എത്ര വട്ടം ചൊല്ലും? 3 വട്ടം. ഐ 3 15. തറാവീഹിൽ ഓരോ 4 റക്അത്തിലും 3. അപ്പൊ ഐ 4 20. അവിടെ ഐ 3 15. അപ്പൊ ഒരു ദിവസം എത്ര വട്ടായി? 30 വട്ടം. 15 15 30 വട്ടം. 30 × 30 900. ഇതാണ് പാകക്കൂടെ ചൊല്ലിക്കൂട്ടുന്നത്. 900 വട്ടം. ഇതാർക്ക്? 900 നമ്മക്കുണ്ടാവില്ല കേട്ടോ. ആർക്ക്? റമദാനായിട്ടൊരൊറ്റ നിസ്കാരം ജമാഅത്തായിട്ടല്ലാതെ അവൻ നിസ്കരിക്കരുത്. ഒക്കെ ജമാഅത്ത് കിട്ടണം. ജമാഅത്ത് കിട്ടിയാലും പോലെ ഇമാമ് മറക്കും ചെയ്യരുത് അല്ലെ. ഇമാമ് മറന്നാലും പിന്നെ ഇപ്പൊ ഇമാം ഏതായാലും മറന്നു, ഞാൻ ഇരുത്തി ചെല്ലട്ടെ എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ലല്ലോ. ഇമാമ് മറന്നിട്ടാ സുഖം, വേഗം എണീറ്റ് പോകാന്നുള്ളിടത്താണ്. ഇതല്ലേ നമ്മുടെയൊക്കെ നിലപാട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചൊല്ലിക്കോ. അതിന്റെ പുറമെ ചുരുങ്ങിയതൊരു 100 വട്ടം ചൊല്ലാൻ, ഒരു ദിവസം 100 വട്ടം ചൊല്ലാൻ. 100 ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞതാ. നിങ്ങൾ ഇത് ചൊല്ലാൻ തയ്യാറാണോ? ഈ സദസ്സ് നമുക്ക് ഉപയോഗപ്പെട്ടു അല്ലേ? ഈ സദസ്സിന് എത്ര കാശ് മുടങ്ങിയാലും ഈ ചെലവുകളൊക്കെ നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. എത്ര കാശ് ചെലവാക്കണം? എത്ര വലിയ ഭാരിച്ച ചെലവുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന സംഭാവന ഒക്കെ മുതലായി പോയി. ഈ കൂടിയവരെല്ലാവരും ഈ റമദാൻ അവസാനിക്കുന്നത് വരെ ദിവസം 100 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ, ഒന്ന് ചൊല്ലൊരു 3 വട്ടം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്.